നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ. ഉച്ചയ്ക്ക് 12 മണിക്ക് ബിൽ ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കും. ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. JPC നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ഏറെ നിർണായകമായ ബിൽ ലോക്സഭയിലെത്തുക. ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിക്കും. ബില്ലിന്മേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കും. NDA സഖ്യകക്ഷി TDP മുന്നോട്ട് വച്ച 3 നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയതായാണ് വിവരം. ഇതോടെ TDPയുടെ പിന്തുണ കൂടി ലഭിച്ചേക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. India alliance parties and all along with other like-minded parties on the introduction stage itself is opposing the anti-constitutional provisions of Waqf bill. Waqf bill, amendment bill, basically it is a targeted legislation and it is fundamentally against the constitutional provisions. We cannot support the provisions against the constitution. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. 12 മണിക്കൂർ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചില്ല. 8 മണിക്കൂറിലേക്കാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സ്പീക്കർ ചർച്ചയിൽ കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ്. ബിൽ അവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ BJPയും കോൺഗ്രസും ലോക്സഭാംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ കോൺഗ്രസ് നാളെ ചർച്ച ചെയ്യും. ബില്ലിനെ പിന്തുണച്ച് CBCIയും KCBCയും രംഗത്ത് വന്നതിനാൽ കോൺഗ്രസ് നിലപാട് നിർണായകമാകും. ബിൽ നിയമമായാലും മുനമ്പം വിഷയം പരിഹരിക്കാൻ എത്ര നാൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. എല്ലാ MPമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭൂരിപക്ഷ വോട്ടോടെ നാളെ ലോക്സഭയിൽ പാസാക്കിയാൽ മറ്റന്നാൾ രാജ്യസഭയിൽ ബില്ല് ചർച്ചയ്ക്ക് വയ്ക്കും. 24 ഡൽഹി. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. എന്നാൽ UDFലെയും LDFലെയും കേരള കോൺഗ്രസുകൾക്ക് ബില്ലിനെ എതിർക്കുന്നതിൽ ആശങ്കയുണ്ട്. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, നാളെ ഇക്കാര്യത്തിൽ എതിർപ്പ് ഉയർത്താനാണല്ലോ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്നാണോ ഇക്കാര്യത്തിൽ വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉന്മേഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വസതിയിലാണ്. അല്പസമയം മുൻപാണ് ഇവിടെ UDF MPമാരുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ബില്ലിലെ ഈ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ വസതിയിൽ ഇങ്ങനെയൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലും സമാനമായിട്ടുള്ള തീരുമാനം തന്നെയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. 36 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഭരണപക്ഷം എന്തെല്ലാം പ്രകോപനം ഉണ്ടാക്കിയാലും സഭയ്ക്കുള്ളിൽ തന്നെ തുടരുമെന്നും ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുകയോ ഇറങ്ങിപ്പോകേണ്ടതോ ചെയ്യേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള വാദം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഒരു വോട്ടെടുപ്പടക്കം ആവശ്യപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി 8 മണിയോടുകൂടിയാണ് KC വേണുഗോപാലിന്റെ വസതിയിൽ പ്രത്യേകമായി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശശി തരൂർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ യോഗത്തിന് ശേഷം നേതാക്കൾ ഇറങ്ങുകയാണ്. എന്താണെങ്കിലും ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗമുണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF MPമാർ പ്രത്യേകമായി യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷം MPമാർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ MPമാർക്ക് CPIM നിർദ്ദേശം. പാർട്ടി MPമാരോട് നാളെ ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയതായി CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. പാർലമെന്റിൽ അവധി അപേക്ഷ നൽകി മധുരയിൽ എത്തിയ K രാധാകൃഷ്ണൻ അടക്കമുള്ള MPമാർ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. നാളെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായാണ് അടുത്ത 4 ദിവസം CPIM MPമാർ ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് കാണിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അവധിക്കത്ത് നൽകി K രാധാകൃഷ്ണൻ അടക്കമുള്ളവർ മധുരയ്ക്ക് തിരിച്ചത്. എന്നാൽ MPമാരോട് ഡൽഹിയിലേക്ക് തിരിച്ചുപോകാൻ പാർട്ടി നിർദ്ദേശം നൽകി. We have instructed all our MPs to remain in Delhi and not to attend the party congress because they'll have to
participate in the discussion and the voting against it. ബില്ല് സഭയിൽ വരില്ല എന്ന് കരുതിയാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ 4 എംപിമാരും അവധിക്ക് അപേക്ഷ നൽകിയതെന്നും യാത്ര പുറപ്പെട്ട ശേഷമാണ് വൈകിട്ട് 4 മണിയോടെ കാര്യോപദേശക സമിതി യോഗം ചേർന്ന ബില്ല് നാളെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും കെ രാധാകൃഷ്ണൻ MP. നാളെ വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമായിരുന്നു. കാരണം വെച്ചാൽ ഇതുവരെ ബില്ല് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇന്ന് 2 മണിക്ക് BSc കൂടിയതിന് ശേഷമാണ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ലിസ്റ്റ് ചെയ്ത് 4:30 മണിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബില്ല് വരില്ല എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. വരും, 2 രീതിയിലായിരുന്നു. CPIM എംപിമാർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി കൺവീനർ കൂടിയായ മധുര MP S വെങ്കിടേഷ് അടക്കമുള്ള 4 എംപിമാരും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് രാത്രി തന്നെ ഡൽഹിയിൽ മടങ്ങിയെത്തും. മധുരയിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കവായി കായലിൽ ഹൗസ് ബോട്ട് അപകടം. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സഞ്ചാരികളുമായി പോയ ബോട്ട് ചെരിയുകയായിരുന്നു. 40 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എല്ലാവരും സുരക്ഷിതരായി തന്നെ തിരിച്ചെത്തിയല്ലോ അല്ലെ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? എല്ലാവരും സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. കവായി കായലിൽ മൊത്തമ്മൽ ഭാഗത്താണ് ബോട്ട് തിരിഞ്ഞത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കവായി കായലിൽ നിന്ന് യാത്രക്കാരുമായി വിനോദസഞ്ചാരത്തിന് പോയ ഹൗസ് ബോട്ടായിരുന്നു. 40ഓളം യാത്രക്കാർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാസർഗോഡ് സ്വദേശികളും അന്യഭാഷ സംസാരിക്കുന്ന ആളുകളും ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബോട്ടിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃക്കരിപ്പൂരിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാർക്കിലേക്ക് വന്നവരാണ് ഈ സവാരിക്കായി കവായി കായലിലേക്ക് എത്തിയത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ ബോട്ടിൽ യാത്രക്കാരെ കയറ്റിയതെന്നുള്ള ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ബോട്ട് ചെരിഞ്ഞ് കായലിൽ നിൽക്കുന്നത് ഈ അടുത്തുള്ള ആളുകളുടെ നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അവരാണ് ദ്രുതഗതിയിൽ തന്നെ ഈ ആളുകളെയൊക്കെ കരക്കെത്തിച്ചത്. ചെറുതോണിയിലാണ് ഈ കരക്കെത്തിച്ചത്. എന്തായാലും വലിയൊരു അപകടമാണ് വഴിമാറിപ്പോയത്. ഉന്മേഷ്. ശരി, അരുൺ പാറക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് വാർത്ത വരുന്നത് ഡീസലിന്റെ വിൽപ്പന നികുതി കൂട്ടിയിരിക്കുന്നു കർണാടക സർക്കാർ. 18.44% നിന്ന് 21.17% വർദ്ധിപ്പിച്ചു. ഇതോടെ 1 ലിറ്റർ ഡീസലിന് 2 രൂപ വർദ്ധിക്കും. ഇന്നു മുതൽ ഡീസൽ വില 91 രൂപ 2 പൈസയാകും. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 2ാം തവണയാണ് ഡീസലിന്റെ വിൽപ്പന നികുതി വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണ 18.44% നിന്നും 21.17% ആ വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 3% വർധന ഉണ്ടായിട്ടുണ്ട്. ഇതുപ്രകാരം 1 ലിറ്റർ ഡീസലിന് 2 രൂപയാണ് കർണാടകയിൽ വർദ്ധിക്കുക. ഇന്നു മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. 91.02 രൂപയായിരിക്കും ഇനി 1 ലിറ്റർ ഡീസലിന് കർണാടകയിലെ വില. ഇന്നു മുതൽ തന്നെ, അതായത് നേരത്തെ തന്നെ ഈ വൈദ്യുതി, വസ്തു നികുതി, പാൽ എന്നിവയുടെ നികുതിയും കർണാടകയിൽ വർദ്ധിപ്പിച്ചിരുന്നു. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് മേൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് എന്നതാണ് നിലവിൽ ഈ നികുതി വർധനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. അതിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന സൂചനയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സർക്കാർ നൽകുന്ന വിശദീകരണം അയൽ സംസ്ഥാനങ്ങളിലേക്കാൾ, അതായത് കർണാടകയുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കാൾ വില കുറവാണ് കർണാടകയിൽ എന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. എങ്കിലും ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് പുറത്ത് എന്ന് ആർ അച്യുതൻ അറിയിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകളും അമുസ്ലിങ്ങളും ഒക്കെ വഖഫ് ബോർഡിൽ നിന്നുള്ള അതിന്റെ വിശദാംശങ്ങൾ വരുന്നു. ബോറ അഗഖനി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക ബോർഡ് എന്നതും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വഖഫ് നൽകാനാവൂ. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നിങ്ങനെ എന്തൊക്കെയാണോ അതിന്റെ ഭേദഗതിയിൽ ഉൾപ്പെടുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ആർ അച്യുതൻ അറിയിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. CPIM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കം.
CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കം. തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഞായറാഴ്ച വരെയാണ് പാർട്ടി കോൺഗ്രസ്. 80 നിരീക്ഷകർ ഉൾപ്പെടെ 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. മണി സർക്കാർ അധ്യക്ഷനായ പ്രസിഡിയമാണ് പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. വൈകുന്നേരം ചേർന്ന കേന്ദ്ര കമ്മിറ്റിയാണ് സമ്മേളനം നിയന്ത്രിക്കുന്നതിനുള്ള കമ്മിറ്റികളും സമ്മേളനത്തിന്റെ കാര്യപരിപാടികളും തീരുമാനിച്ചത്. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മണിക് സർക്കാർ അധ്യക്ഷനായ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുക. കേരളത്തിൽ നിന്ന് ദിനേശൻ പുത്തലത്ത് പ്രസീഡിയത്തിൽ അംഗമാണ്. 3 വർഷത്തെ പ്രവർത്തനം അവലോകനം ചെയ്തുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ട് മുതിർന്ന PB അംഗം BV രാഘവലുവാണ് അവതരിപ്പിക്കുക. കരട് രാഷ്ട്രീയ പ്രമേയം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും അവതരിപ്പിക്കും. പാർട്ടി കോൺഗ്രസ് വേദിയിൽ സ്ഥാപിക്കുന്ന ദീപശിഖയും പതാകയും വൈകുന്നേരത്തോടെ മധുരയിലെ വേദിയിലെത്തി. പരമ്പരാഗത തമിഴ് ശൈലിയിൽ ജാഥകളെ സ്വീകരിച്ചു. നാളെ രാവിലെ 8-ന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. മുതിർന്ന നേതാവ് ബിമൻ ബോസാണ് പതാക ഉയർത്തുക. 2008 ഏപ്രിലിൽ നടന്ന കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. സ്റ്റാലിനുമായുള്ള രാഷ്ട്രീയ ഐക്യവും സമ്മേളന ആവേശവും എല്ലാം ഉപയോഗിച്ച് പാർട്ടി ശക്തിപ്പെടുത്താൻ തമിഴ്നാട് ഘടകവും ലക്ഷ്യമിടുകയാണ്. സമ്മേളനം മികച്ചതാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വിപുലമായ ഒരുക്കങ്ങളാണ് അണിയറയിൽ. രാഷ്ട്രീയ നയരേഖ അംഗീകരിക്കൽ, സംഘടനാ റിപ്പോർട്ട് ചർച്ച, റിവ്യൂ റിപ്പോർട്ട് ചർച്ച എന്നിവ സമ്മേളനത്തിലെ അജണ്ടയാണ്. എന്നാൽ പാർട്ടിയെ ഇനി ആരു നയിക്കുമെന്നതാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ പ്രധാന ചർച്ച. മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറിയാകുമെന്ന ചർച്ചകൾ സജീവമാണ്. 24 മധുര. മധുരയിൽ CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് 24-ന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് പരിചയസമ്പന്നരായ വാർത്താ സംഘമാണ്. നിരവധി പാർട്ടി കോൺഗ്രസുകളും സംസ്ഥാന സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്ത ദീപക് ധർമ്മടം, R ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവരാണ് തത്സമയ വിവരങ്ങളും വിശകലനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. വൈഗാതീരത്തെ ഗോപുരനഗരിയായ മധുരയിൽ നിന്ന് മാറ്റത്തിന്റെ കാറ്റ് CPIM-ൽ വീശുമോ എന്ന് പ്രേക്ഷകർക്ക് തത്സമയം അറിയാം. CPIM സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരിചയസമ്പന്നരെയാണ് മധുരയിലേക്ക് 24 നിയോഗിച്ചിരിക്കുന്നത്. 2002-ൽ കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2005-ൽ ഡൽഹി 18ാം പാർട്ടി കോൺഗ്രസ് മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങും മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി? PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമോ? മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമോ? ആയാൽ EMSന് ശേഷം കേരളത്തിൽ നിന്നും എത്തുന്ന ജനറൽ സെക്രട്ടറി എന്ന ചരിത്രത്തിന്റെ ഭാഗം. വനിതയായ വൃന്ദ കാരാട്ട് പ്രായപരിധിയിലെ ഇളവോടുകൂടി ജനറൽ സെക്രട്ടറി ആകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. ഇതിനെല്ലാം ഉത്തരം അപ്പോൾ 24-ൽ. 2002-ലെ കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2008-ലെ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് മുതൽ R ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണയും പ്രേക്ഷകർക്ക് തത്സമയ വിവരങ്ങളും വിശകലനവും നൽകാൻ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് മധുരയിലുണ്ട്. CPIM-നെ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. പ്രായപരിധിയുടെ വാൾ ഇത്തവണ നിരവധി നേതാക്കളുടെ തലയ്ക്ക് മുകളിലുണ്ട്. പ്രായപരിധി നടപ്പിലാക്കുമോ? ചിലർക്ക് ഇളവ് നൽകുമോ? കാത്തിരിക്കൂ 24-നൊപ്പം. CPIM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടും പ്രേക്ഷകർക്ക് കാണാം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIM-ന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ പാർട്ടി കോൺഗ്രസ് എന്തു തീരുമാനമെടുക്കും എന്നതടക്കം 24 ഡൽഹി റീജിയണൽ മേധാവി ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടുകളും ഉണ്ടാകും. കോൺഗ്രസിനോട് സഖ്യം വേണ്ടെന്ന കേരള ലൈനിന് മുൻതൂക്കം കിട്ടുമോ? സഖ്യമാകാമെന്ന ബംഗാൾ ലൈൻ അംഗീകരിക്കുമോ എന്ന് മധുരയിൽ അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ നയമെന്താകും എന്നതും പ്രസക്തമാണ്. CPIM പാർട്ടി കോൺഗ്രസിന്റെ ആധികാരിക വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ആദ്യമെത്തും 24-ലൂടെ ആധികാരിക വാർത്തകൾ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് പുറത്ത്. സ്ത്രീകളും അമുസ്ലിങ്ങളും വഖഫ് ബോർഡിൽ അംഗങ്ങളാകും. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്കേ വഖഫ് നൽകാനാകൂ. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. എന്തൊക്കെയാണ് ഈ ഭേദഗതിയിൽ വരുന്നത് അച്യുതൻ? ഉന്മേഷ്, മുസ്ലിം ലീഗിന്റെ ഒരു ആശങ്ക തന്നെയായിരുന്നു ഈ അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ബില്ല് പ്രകാരം വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ
അതിൽ ഒരു മാറ്റമില്ല എന്നതാണ് ഈ ബില്ല് പുറത്തു വരുമ്പോൾ, അതിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്ത്രീകളും അമുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ ഈ വഖഫ് ബോർഡിൽ ഉണ്ടാകും. ബോറോ, അഗഗനി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക ബോർഡ് ഉണ്ടാകും. 5 വർഷം ഇസ്ലാം മതം പിന്തുടരുന്നവർക്കേ വഖഫ് നൽകാനാകൂ എന്ന ഒരു നിബന്ധനയും ഇതിലുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം പുതിയ ബില്ലിൽ വഖഫ് ഡീഡ് ആണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ഒരു വ്യവസ്ഥയുണ്ട്. സംസ്ഥാനം നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കും. നേരത്തെ അത് ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥയായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ തുടങ്ങിയ പുതിയ വ്യവസ്ഥകളാണ് ഈ വഖഫ് ബില്ലിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ബില്ലിന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നോട്ട് വെച്ചൊരു ആശങ്ക എന്നുള്ളത് ഈ അമുസ്ലിങ്ങളെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവർ പറഞ്ഞത് ക്ഷേത്ര കമ്മിറ്റികളിലായിരുന്നാലും ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കമ്മിറ്റികളിലായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നത് ശരിയായ ഒരു രീതിയല്ല. അതാണ് ഭരണഘടനാ വിരുദ്ധമായി തന്നെ ലീഗ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. പക്ഷെ അതിലൊരു മാറ്റമില്ല എന്നുള്ളതാണ് ഈ ബില്ല് അതിന്റെ പകർപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച മന്ത്രി വീണ ജോർജ് ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പ് ലഭിച്ചെന്നും ഇന്ന് JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് അറിയിച്ചു. ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ വീണ ജോർജ് ഉന്നയിച്ചത്. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പാർലമെന്റിൽ അറിയിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഉറപ്പുകൾ ലഭിച്ചില്ല എന്നാണ് സൂചന. ആശമാർ സമരം നിർത്തണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടു. ആശമാരുടെ വിഷയം, ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാരും പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയുക, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യുന്നവരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം തടഞ്ഞതിനെതിരെ സമരക്കാർ നാഷണൽ ഹെൽത്ത് മിഷന് നിവേദനം നൽകി. 24 തിരുവനന്തപുരം. ആശാ സമരത്തെ എതിർത്ത് കോൺഗ്രസിനെയും UDF-നെയും വെട്ടിലാക്കിയ നിലപാട് ഒടുവിൽ INTUC തിരുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് INTUC സംസ്ഥാന നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് R ചന്ദ്രശേഖരൻ അറിയിച്ചു. തോട്ടണ്ടി ഇടപാട് കേസ് കാരണം സർക്കാരിന് പിണക്കാനുമാകില്ല, പാർട്ടി നിർദ്ദേശം അനുസരിക്കാതിരിക്കാനും വയ്യ. ഒടുവിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ആശാ സമരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ച് സമരത്തിന് പിന്തുണ നൽകുന്നതായി R ചന്ദ്രശേഖരൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സമരത്തെ പിന്തുണയ്ക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും INTUC. ആശാ പ്രവർത്തകരുടെ ആവശ്യങ്ങളോടൊപ്പം എന്നും INTUC ഉണ്ട്. വ്യക്തമായ ഒരു ധാരണ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ സ്ഥിരപ്പെടുത്തി ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കണമെന്ന് തന്നെയാണ്. അത് എപ്പോൾ നടക്കുന്നു അതുവരെ INTUC പോരാട്ടം തുടരും. അതേസമയം സമരത്തിന് പിന്തുണ നൽകുമ്പോഴും പ്രസ്താവനയിൽ സംസ്ഥാന സർക്കാരിന് പോറലേൽക്കാതെ R ചന്ദ്രശേഖരൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സമരത്തിന് ആധാരമായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ തൊഴിലാളി താൽപര്യമായി എതിർപ്പുകളുണ്ടെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടവർ കേന്ദ്ര സർക്കാരാണെന്നും പ്രസ്താവനയിലുണ്ട്. നേരത്തെ UDF സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ INTUC എതിരായത് ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം.
ഇപ്പോൾ വരുന്നൊരു വാർത്ത. എറണാകുളത്ത് കോൺഗ്രസ് എംപിമാർക്കെതിരെ പോസ്റ്റർ. കോൺഗ്രസ് എംപിമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതേണ്ട എന്നാണ് മുന്നറിയിപ്പ്. മുനമ്പം ജനതയുടെ പേരിലാണ് പോസ്റ്റർ. ഹൈബി ഈഡൻ എംപിയുടെ ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് ഈ പോസ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, വഖഫ് ബിൽ നാളെ പാർലമെന്റിന്റെ പരിഗണനയിൽ വരികയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രതിപക്ഷ എംപിമാർ ഈ വഖഫ് ബില്ലിനെ എതിർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇപ്പോൾ മുനമ്പം ജനതയുടെ പേരിൽ ഹൈബിഡൻ എംപിയുടെ ഓഫീസ് പരിസരത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ പോസ്റ്ററിൽ പറയുന്നത് ഇപ്രകാരമാണ്: മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ച വഖഫിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് എംപിമാരുടെ ശ്രദ്ധയ്ക്ക് ക്രൈസ്തവ സമൂഹം നിങ്ങൾക്കെതിരെയും വിധിയെഴുതും. വഖഫിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസെ ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ നൽകിയ മുറിവാണ് മുനമ്പം എന്നും ഞങ്ങൾ ഓർത്തുവെക്കും. അതോടൊപ്പം തന്നെ വഖഫ് ബില്ലിനെ നിങ്ങൾ എതിർത്താലും ജയിച്ചെന്ന് കരുതണ്ട. മുൻപത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ല എന്ന പേരിലാണ് മുൻപം ജനതയുടെ പേരിൽ ഇപ്പോൾ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം മുൻപം ജനതയ്ക്ക് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. വഖഫിൽ മാത്രമേ അല്ലെങ്കിൽ ഈ വഖഫ് ബില്ലിൽ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് എംപിമാരും അതിനോടൊപ്പം നിൽക്കണം എന്നൊരു ആവശ്യമാണ് മുൻപം ജനത നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസും പ്രതിപക്ഷ എംപിമാരും തീരുമാനിക്കുന്ന പ്രതിഷേധമാണിപ്പോൾ എറണാകുളത്ത് പോസ്റ്റർ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഉന്മേഷ്, ശരി. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് KSRTC ബസ് ഡ്രൈവർ ഷിബീഷ് ബ്രത്ത് അനലൈസർ പരിശോധനയിലൂടെ മദ്യപിച്ചെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. KSRTC ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ മദ്യപിച്ചതിന് തുല്യമായി ബ്രത്ത് അനലൈസർ റിസൾട്ട് നൽകി. ഇതോടെ ഷിബീഷിനെതിരെ നടപടി വേണ്ട എന്ന തീരുമാനത്തിലാണ് KSRTC. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്കെത്തിയപ്പോഴായിരുന്നു മദ്യപിക്കാത്ത ഷിബീഷിനെ മദ്യപിച്ചതായി ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ താൻ ഹോമിയോ മരുന്ന് കഴിച്ചതാണെന്ന് അറിയിച്ചതോടെ ഷിബീഷിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. മെഡിക്കൽ ബോർഡിനും ED വിജിലൻസിനും മുന്നിൽ ഹാജരായ ഷിബീഷിനെ ഹോമിയോ മരുന്ന് കഴിക്കാതെ ആദ്യം പരിശോധിച്ചു. മദ്യപിച്ചിട്ടില്ല എന്ന് റിസൾട്ട് വന്നു. പിന്നീട് ഹോമിയോ മരുന്ന് കഴിച്ച് 5 മിനിറ്റിന് ശേഷം പരിശോധിച്ചപ്പോൾ ബ്രത്ത് അനലൈസറിൽ 5% ആൽക്കഹോൾ അംശമുള്ളതായി റിസൾട്ട്. ഇതോടെ മദ്യപിച്ചിട്ടില്ല എന്ന ഷിബീഷിന്റെ വാദം ശരിയാണെന്ന വിലയിരുത്തലിൽ KSRTC എത്തി. അപ്പോൾ മരുന്ന് കുടിക്കാതെ തന്നെ കൊണ്ട് ആദ്യം ബീത്തൻസെല്ലാം ഊതിപ്പിച്ചു. അപ്പോൾ 0 കാണിച്ചത്. പിന്നെ മരുന്ന് കുടിച്ചതിന് ശേഷം ഊതാൻ പറഞ്ഞു. അപ്പോൾ ഊതിയപ്പം 5 കാണിച്ചു. കണ്ടപ്പോൾ മനസ്സിലായി ഇത് മരുന്ന് കുടിച്ചിട്ട് തന്നെയാണ് വന്നത്, അല്ലാതെ മദ്യപിച്ചിട്ടല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. പല ഡിപ്പോകളിലും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് BMS നേതാവ്. നിരപരാധികളായ ആളുകളെ ക്രൂശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. ഇതുപോലൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് മണ്ണാർക്കാട് ഡിപ്പോയിൽ. അയാൾക്ക് ആദ്യം മെഷീനിൽ വെച്ച് പരിശോധിച്ചപ്പോൾ 18 കാണിക്കുന്നു, രണ്ടാമത് പരിശോധിക്കുമ്പോൾ 28 കാണിക്കുന്നു. അയാൾ പറയുന്നു ഞാൻ മദ്യപിച്ച ആളല്ല എന്നുള്ളത്. മുൻപ് മദ്യപിച്ചെന്ന് കണ്ടെത്തിയ KSRTC ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഷിബീഷിനെതിരെ നടപടി വേണ്ടെന്നാണ് തീരുമാനം. 24 തിരുവനന്തപുരം. MBA പരീക്ഷയുടെ ഉത്തരപേപ്പർ നഷ്ടമായതിൽ 71 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്നാവർത്തിച്ച് കേരള സർവകലാശാല. ഈ മാസം 7-നാണ് പുനഃപരീക്ഷ. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിലെ 71 MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കായി 7-ാം തീയതി തന്നെ പ്രത്യേക പരീക്ഷ നടത്തും. വിദേശത്തുൾപ്പെടെ ജോലിക്ക് പോകേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കായി ഇതേ പരീക്ഷ ഈ മാസം 22-ന് വീണ്ടും നടത്തും. 2 പരീക്ഷയുടെയും ഫലം 3 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ചേർന്ന പരീക്ഷാ വിഭാഗത്തിന്റെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും വൈസ് ചാൻസലർ സമ്മതിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിനവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായും തള്ളി. സർവകലാശാലയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരുടെ ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്ത് എനിക്ക് അറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ കോളേജ് അധികൃതർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. അധ്യാപകനെ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം പരീക്ഷാ നടത്തിപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഡീബാർ ചെയ്യാനും തീരുമാനിച്ചു. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം പാളയത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പാളയം മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി. 455 മുറിയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടേതാണ് ഈ മുറി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് പാളയം മെൻസ് ഹോസ്റ്റലിലും എക്സൈസ് പരിശോധനയിൽ കഞ്ചാവ് പിടിച്ചെടുത്തത്. ഹോസ്റ്റലിലെ 15 മുറികളിൽ നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ആളൊഴിഞ്ഞ നിലയിൽ 455 നമ്പർ മുറിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഈ മുറിയിൽ താമസിക്കുന്നതെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ MDMAയും കഞ്ചാവും ഉണ്ടെന്നാണ് വിവരം കിട്ടിയത്. MDMA നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രതിയുമില്ലായിരുന്നു. ഒരു തമിഴ്നാട്ടുകാർ ഒരു യുവാവെന്നാണ് അറിവ്. റൂം തുറന്നിടക്കുകയായിരുന്നു. 455 റൂം നമ്പർ. പുസ്തകമൊക്കെ വയ്ക്കുന്ന ചോറോട് ചേർന്ന ഒരു ഷെൽഫുണ്ട്. അവിടെ നിന്ന് പേപ്പർ പൊതിയിൽ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നത്. 20 ഗ്രാമാണ് കിട്ടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് രാവിലെ 10:30 എക്സൈസ് സംഘം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. 70-ലധികം മുറികളുള്ള വലിയ ഹോസ്റ്റലാണിത്. ഉച്ചവരെ പരിശോധന നീണ്ടു. 12:30 പരിശോധന പൂർത്തിയാക്കി എക്സൈസ് സംഘം മടങ്ങി. ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് പെട്ടെന്ന് പരിശോധന നടത്തുകയായിരുന്നു. ചിലരുടെ ഫോട്ടോയടക്കം എക്സൈസ് സംഘം വിദ്യാർത്ഥികളെ കാണിച്ചിരുന്നു. കൂടുതൽ മുറികളും അടഞ്ഞുകിടക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. കോട്ടയം MG സർവകലാശാലയിൽ നിയമന വിവാദം. എൻവയോൺമെന്റ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസറായി യോഗ്യതയില്ലാത്ത വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ചാൻസലർക്ക് പരാതി നൽകി. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിയമനം എന്ന് MG സർവകലാശാലയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു MG സർവകലാശാലയിലെ എൻവയോൺമെന്റൽ സയൻസിൽ ഒഴിവ് വന്ന അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനം. സിബു സാമുവൽ എന്ന അധ്യാപകനെയാണ് അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത്. ഈ സിബു സാമുവലിന് മതിയായ യോഗ്യതയില്ലെന്നാണ് പരാതി. എൻവയോൺമെന്റ് സയൻസിൽ 8 വർഷത്തെ അധ്യാപന പരിചയം അടക്കമുള്ള യോഗ്യതകളായിരുന്നു മാനദണ്ഡം. എന്നാൽ സിബു സാമുവലിന് ബയോടെക്നോളജിയിലാണ് പ്രവൃത്തി പരിചയം. 8 വർഷത്തെ അധ്യാപന പരിചയം ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നിട്ടും സർവകലാശാല നടത്തിയ നീക്കം ദുരൂഹമാണെന്നാണ് പരാതി. എന്നാൽ നിയമനം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും മാധ്യമങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും MG സർവകലാശാല വിശദീകരിച്ചു. യോഗ്യരായ ഇന്റർവ്യൂ ബോർഡ് പരിശോധന നടത്തിയാണ് നിയമനം നടത്തിയതെന്നും MGVC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ എൻവയോൺമെന്റൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയിലേക്ക് കടക്കാനും മറ്റുദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കൊല്ലംപാറയിൽ കാൽനട യാത്രക്കാരൻ അജ്ഞാത വാഹനമിടിച്ചു മരിച്ചു. നീലേശ്വരം KCK രാജ ആശുപത്രി ജീവനക്കാരൻ സെബാസ്റ്റ്യനാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ വാഹനം ഇടിക്കുകയായിരുന്നു. അരുൺ പാറയ്ക്കൽ, കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാത്രിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മഞ്ഞളാട്ട് വെച്ചാണ് ഈ അപകടം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സെബാസ്റ്റിനെ അജ്ഞാത വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. കൊല്ലംപാറയിലൂടെയാണ് നടന്നു പോയിരുന്നത്. നീലേശ്വരം രാജ ക്ലിനിക്കിലെ ജീവനക്കാരനാണ് സെബാസ്റ്റ്യൻ. 70 വയസ്സാണ് അദ്ദേഹത്തിന്. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉന്മേഷ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്, കാസർഗോഡ് നിന്ന്. ഗുജറാത്തിലും പശ്ചിമ ബംഗാളിലും പടക്ക നിർമ്മാണശാലകളിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 25 മരണം. ഗുജറാത്തിലെ ബനസ്കന്ധയിൽ 18 പേരാണ് മരിച്ചത്. പശ്ചിമ ബംഗാളിൽ 4 കുട്ടികൾ അടക്കം 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗുജറാത്തിലെ ബനസ്കന്ധ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്ന് രാവിലെയുണ്ടായ സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നു വീണു. തൊഴിലാളികൾ ഉൾപ്പെടെ 18 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ കളക്ടർ മിഹിർ പട്ടേൽ പറഞ്ഞു. ബംഗാളിലെ സൗത്ത് പർഗാനാസ് ജില്ലയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. പടക്ക നിർമ്മാണശാലയിലേക്കും അടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 7 പേരാണ് മരിച്ചത്. വർഷങ്ങളായി ഇവർ വീട്ടിൽ പടക്ക നിർമ്മാണം നടത്തിയിരുന്നു. 24 ഡൽഹി. ഇപ്പോൾ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതിലൊന്ന് തൃശൂർ ചൊക്കനയിൽ ആശങ്കയായി കാട്ടാന എന്നുള്ള വാർത്തയാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിൽ കാട്ടാന എത്തി. 7 മണിക്കെത്തിയ കാട്ടാന ഇപ്പോഴും ഈ ലയത്തിന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നുവെന്ന് സൂരജ് സജി അറിയിക്കുന്നുണ്ട്. തൃശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത. പാർട്ടി കോൺഗ്രസ് CPIM പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ രേഖയുടെ പകർപ്പിന്റെ വിശദാംശങ്ങൾ വരുന്നു. കേരള ഘടകത്തിന് പ്രശംസ. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്ന വിമർശനമുണ്ട്. ഇതിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നതെന്ന് ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ മുൻ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. തൃശൂർ പോലീസ് ക്ലബ്ബിലായിരുന്നു മൊഴിയെടുപ്പ്.
തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ BJPയെ LDFും കോൺഗ്രസും പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴാണ് BJP മുൻ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു നടപടി. വെടിക്കെട്ട് നിർത്തിവെച്ചതിന് പിന്നാലെ പോലീസ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പാതയിലൂടെ സുരേഷ് ഗോപിയെ ആംബുലൻസിലെത്തിച്ചത് ജില്ലാ അധ്യക്ഷന്റെ അറിവോടെയാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. തൃശൂർ പൂരം നിർത്തിവെച്ച സാഹചര്യവും അതിനുശേഷം ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ അനീഷ് കുമാർ നടത്തിയ ഇടപെടലുമാണ് അന്വേഷണ സംഘം ആരാഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാവശ്യ ഇടപെടൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുവെന്ന് KK അനീഷ് കുമാർ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവ സ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. തൃശൂർ ചൊക്കനയിൽ കാട്ടാന ഇറങ്ങി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനടുത്താണ് കാട്ടാന എത്തിയത്. 7 മണിയോടെ എത്തിയ കാട്ടാന ഇപ്പോഴും തുടരുകയാണ് അവിടെ. ഇതിന്റെ ദുരവസ്ഥ 24നോട് വിവരിക്കുകയാണ് പ്രദേശത്തെ കുട്ടികൾ. ഏഴ് മണിക്ക് വന്ന ആനയാണ്. എനിക്ക് അനിയത്തി അമ്മയുണ്ട്. അവര് പേടിച്ചിട്ട് ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക, എങ്ങനെ നേരം വെളുപ്പിക്കും? സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ ഒരു മാസമായി തൃശ്ശൂരിലെ ഈ ചൊക്കനയിൽ ഈ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. രാത്രിയായി കഴിഞ്ഞാൽ കാട്ടാന ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനരികിലേക്ക് എത്തും. ചൊക്കന ഗ്രൗണ്ടിനോട് ചേർന്ന തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് അടുത്ത് ആന എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള കുട്ടിയാണ് ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് തന്നത്. അതായത് ഇവർ പറയുന്നത് ഈ രാത്രികാലങ്ങളിൽ ആന ഇവരുടെ ലയത്തിനടുത്തെത്തി വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസമായിട്ടും ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതോടുകൂടി ഈ രാത്രികാലങ്ങളിൽ ഇവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത്. 2 മുറി മാത്രമുള്ള ലയങ്ങളാണ്. ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പോലും വീടിന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഭക്ഷണം കഴിച്ചൊന്ന് കൈ കഴുകാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ദുരവസ്ഥയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി എത്തിയ കാട്ടാനയാണ്. അതിപ്പോഴും ഈ കുട്ടികൾ താമസിക്കുന്ന ലയത്തിനരികിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ നമ്മളോട് സംസാരിച്ച കുട്ടിക്ക് ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തി ഈ ആനയെ കണ്ടതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അമ്മയെ മുറുക്കി പിടിച്ച് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ ആന വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ കുട്ടി ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനയെ തുരത്താൻ ഒരു ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഉന്മേഷ്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കരാർ കമ്പനി താൽക്കാലികമായി പിൻവാങ്ങി. ADM തഹസിൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ PP സുമോദ് MLA കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ 7.5 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യയാത്ര അനുവദിക്കാമെന്ന പന്നിയങ്കരയിലെ കരാർ കമ്പനി അധികൃതർ നിലപാടെടുത്തിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികളായ 10 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ളവർക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യയാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് സമരസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും പിന്നോട്ടു പോയില്ല. ഇതോടെയാണ് ഇന്നു മുതൽ ആർക്കും സൗജന്യമില്ല എന്ന നിലപാടിലേക്ക് കരാർ കമ്പനി അധികൃതരും പോയത്. 6 മണിയോടെ തുടങ്ങിയ DYFI പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നും അതുവരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകി. 10 കിലോമീറ്റർ പരിധി എന്ന നിലയിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. അതിനാവശ്യമായ വിവിധ പോയിന്റുകൾ, അതായത് ടോളിൽ നിന്ന് വിവിധ പഞ്ചായത്തുകളിലെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന പോയിന്റുകൾ കണക്കാക്കി പ്രായോഗികമായ തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് ഇതുമായി വന്ന് പറയാനുള്ളത്. ഉച്ചയ്ക്ക് MLAയുടെ സാന്നിധ്യത്തിൽ ADM തഹസിൽദാർ എന്നിവർ കരാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 7-ാം തീയതി K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും അതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും PP സുമോദ് MLA അറിയിച്ചു. അതേസമയം MLAയും ഉദ്യോഗസ്ഥരും കരാർ കമ്പനി അധികൃതരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ശരിയല്ലെന്നായിരുന്നു ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകരുടെ ആരോപണം. അതിനിടെ തിരുവല്ലം ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഓരോ യാത്രയ്ക്കും 5 രൂപയും ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 15 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ടോൾ പിരിവ് ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 5ാമത്തെ വർധനവാണ് തിരുവല്ലം ടോൾ പ്ലാസയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.
ആലപ്പുഴ പുന്നപ്രയിൽ കേരള ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നപ്ര സ്വദേശി പ്രഭുലാൽ ആണ് മരിച്ചത്. ജപ്തിക്ക് ശേഷം മകൻ വലിയ മനോവിഷമത്തിൽ ആയിരുന്നുവെന്ന് പിതാവ് അനിലൻ പറഞ്ഞു. 2018 വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി 3 ലക്ഷം രൂപ പ്രഭുലാൽ പുന്നപ്ര കേരള ബാങ്ക് ശാഖയിൽ നിന്ന് വായ്പ എടുത്തത്. 3 ഗഡുക്കൾ അടച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രഭുലാൽ ജോലിക്കിടയിൽ വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റതോടെ പിന്നീടുള്ള തിരിച്ചടവ് മുടങ്ങി. ഇതോടെ കഴിഞ്ഞ 24-നാണ് പ്രഭുലാലും അച്ഛൻ അനിലനും അമ്മ ഉഷയും താമസിച്ചിരുന്ന വീട് കേരള ബാങ്ക് ജപ്തി ചെയ്തത്. മാർച്ച് 30-ന് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ ബാങ്ക് അധികൃതർ നേരത്തെ എത്തി ജപ്തി ചെയ്തെന്ന് പ്രഭുലാലിന്റെ പിതാവ് അനിലൻ. 24-ാം തീയതി വന്ന് ഇത് ഒട്ടിച്ചതിനകത്ത് 30-ാം തീയതി നമ്മളോട് അവധി പറഞ്ഞ് അതിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ ആ കാര്യത്തിന് വേണ്ടി നടന്നത്. പക്ഷേ 24-ാം തീയതി വൈകുന്നേരത്ത് ഞങ്ങൾ വരുമ്പം പൂട്ടി താക്കോലുമായിട്ട് പോയി. ഒരു ഞങ്ങളുടെ റേഷൻ കാർഡ് അരി അന്ന് ഉച്ചക്ക് വെച്ച ചോറ് പോലും ഇന്നലെ വന്ന് ഇത് തല്ലിപ്പൊളിച്ചെടുത്തിട്ട് കൊണ്ട് കളയുമായിരുന്നു വിളിച്ചിട്ട്. അവരതുപോലും എടുക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ അപ്പുറത്ത് തിണ്ണൊക്കെ എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് വാടകയ്ക്കുള്ള. ജപ്തി നോട്ടീസ് ലഭിച്ചപ്പോൾ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബം അപേക്ഷ നൽകിയെങ്കിലും ബാങ്ക് അത് നിഷേധിച്ചു. വീട് ജപ്തി ചെയ്ത ശേഷം കടുത്ത മനോവിഷമത്തിലായിരുന്നു പ്രഭുലാൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. 24 ആലപ്പുഴ. എറണാകുളം കോതമംഗലത്ത് 2 പേർ മുങ്ങി മരിച്ചു. ആലുവയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘമാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത്. കാലടി മല്ലശ്ശേരി സ്വദേശി അബു ഫായിസ്, ആലുവ എടത്തല വടക്കേത്തേലക്കര സ്വദേശി സിദ്ദിഖ് എന്നിവരാണ് കോതമംഗലം വടാട്ടുപാറ പൽവൻപടിയിൽ മുങ്ങി മരിച്ചത്. ആലുവയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു യുവാക്കൾ. 3 വണ്ടികളിലായി എത്തിയ സംഘം രാവിലെ കുളിക്കാനായി പുഴയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അബുവും സിദ്ദിഖും ഒഴുക്കിൽപ്പെട്ടത്. ഒപ്പമുള്ളവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് നാട്ടുകാരും കോതമംഗലം അഗ്നിരക്ഷാസേനയും പോലീസും നടത്തിയ തെരച്ചിലിൽ യുവാക്കളെ കണ്ടെത്തി. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വടക്കൻ പറവൂർ ചെട്ടിക്കാട് ജോഷി ജസ്മിൻ ദമ്പതികളുടെ മകൾ 2.5 വയസ്സുകാരി ജൂഹിയാണ് വീടിന് സമീപത്തെ തോട്ടിൽ വീണു മരിച്ചത്. വീടിനോട് ചേർന്നുള്ള തോടിന് സമീപത്ത് കളിക്കുന്നതിനിടയിലായിരുന്നു അപകടം. 24 കൊച്ചി. CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയുടെ പകർപ്പ് 24-ന്. കേരള ഘടകത്തിന് പ്രശംസ. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ രേഖയിൽ ഉയരുന്ന വിമർശനം. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ രേഖയിൽ? ഉന്മേഷ്, ഈ 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ രേഖയിൽ വലിയ തോതിലുള്ള ആത്മവിമർശനമുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി തെളിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്നുള്ളത്, ആത്മവിമർശനം എന്നുള്ളത്, പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതായുള്ള സ്വയം വിലയിരുത്തലാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് വർഗ ബഹുജന പോരാട്ടങ്ങളിലൂടെ ബഹുജന അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുള്ള രാഷ്ട്രീയ അടവ് നയം നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന വിമർശനം ഉണ്ട്. ഇത് കേഡർമാരിൽ പ്രത്യയശാസ്ത്രപരമായ അപജയങ്ങളിലേക്ക് നയിക്കുന്നു. ചിലർ സംഘടനാ ഐക്യത്തെക്കാൾ തെരഞ്ഞെടുപ്പ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന നിരീക്ഷണവും പാർട്ടി നടത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള നടപടികൾ ഉണ്ടായതായുള്ള വിലയിരുത്തലാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പാർലമെന്ററി താൽപര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന ആത്മവിമർശനമാണ് പാർട്ടി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പലരും സംഘടിത പാർട്ടി പ്രവർത്തനങ്ങളെ അവഗണിച്ച് സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ആത്മവിമർശനവും ഈ റിപ്പോർട്ടിൽ പാർട്ടി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വർഗ ബഹുജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ യുവാക്കൾ വരുന്നത് കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടിയിലേക്ക് വർഗ ബഹുജന സംഘടന, വിദ്യാർത്ഥി സംഘടനയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് തോത് കുറഞ്ഞിരിക്കുന്നു എന്ന വിമർശനമുണ്ട്. ഘടകത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിന് അഭിനന്ദനമാണ്, പ്രശംസ ലഭിച്ചിരിക്കുന്നു. അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു ഇത്തവണയും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും സ്വയം വിലയിരുത്തലിന് അവസരം വേണം എന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം എന്നുള്ളത്
എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കരട് രേഖയിൽ ഉള്ള ഒരു പരാമർശം എന്നുള്ളത്. ഇത്തരത്തിൽ ഓരോ ഘടകത്തിലുമുള്ള അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ഓരോ ഘട്ടങ്ങളിലും സ്വയം വിലയിരുത്തൽ നടത്തുകയും അതിൽ ആവശ്യമായ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തണം എന്ന തരത്തിലുള്ള പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ക്യാമ്പസുകളിൽ അടക്കമുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് BJP ബന്ധമുള്ള സംഘടനകൾ അത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്നു. ക്യാമ്പസുകളുടെ ജനാധിപത്യവൽക്കരണത്തിനും പതിവായി വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുമുള്ള വിശാലമായ പ്രചരണം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കേണ്ടതുണ്ട്. സമകാലികവും ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തിന്റെ ഭാഗമാക്കണം വിദ്യാർത്ഥികളെ എന്ന വിലയിരുത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെടുന്നുവെന്നും ഹിന്ദുത്വ വർഗീയ ശക്തികൾ അവരുടെ സാംസ്കാരിക ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നുവെന്നും ഇതിനെ മറികടക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് സംഘടനാ രേഖയിലെ വിവരങ്ങൾ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.